നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒല്ലൂരിൽ ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. കീമാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒല്ലൂർ സ്വദേശിയാണ് മരിച്ചത്. പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് വലിയ മരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. പുതുക്കാട് KSRTC സ്റ്റാൻഡിനു സമീപം വൈദ്യുതി തൂണും ലൈനുകളും കാടുമൂടിയ നിലയിൽ. ഷോക്കേൽക്കുമോ എന്ന ആശങ്കയിൽ നാട്ടുകാർ. കല്ലൂർ ഞെള്ളൂരിൽ അവശനിലയിൽ കുറുനരിയെ കണ്ടെത്തി. ഞെള്ളൂർ ക്ഷേത്രത്തിന് സമീപം ശാന്തിനഗർ റോഡിലാണ് സംഭവം. മറ്റത്തൂർ പഞ്ചായത്തിലെ 13ാം വാർഡിലുള്ള പൊതു ക്രിമിറ്റോറിയത്തോട് ചേർന്ന് MCF സ്ഥാപിക്കാനുള്ള പഞ്ചായത്ത് തീരുമാനം ഉപേക്ഷിക്കണമെന്ന് പ്രത്യേക ഗ്രാമസഭയിൽ ആവശ്യമുയർന്നു. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭാംഗമായി ദൈവനാമത്തിൽ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരിൽ 43ാമനായിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ. BJPയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാംഗമാണ് സുരേഷ് ഗോപി. 3ാം മോദി സർക്കാരിൽ ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് അദ്ദേഹം. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച ഏക BJP അംഗമാണ് സുരേഷ് ഗോപി. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. ഒല്ലൂരിൽ ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. കീമാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വടൂക്കര സ്വദേശി 55 വയസ്സുള്ള ഉത്തമനാണ് മരിച്ചത്. ഒല്ലൂർ സ്റ്റേഷനും തൃശൂർ സ്റ്റേഷനും ഇടയിൽ തിങ്കളാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ഒല്ലൂർ ഗാങ് നമ്പർ 2 കീമാൻ ഡ്യൂട്ടിക്കിടെ വേണാട് എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. ട്രെയിനിന്റെ എഞ്ചിൻ അടിയിൽ കുടുങ്ങിയ ഉത്തമൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. എഞ്ചിനടിയിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം 12:45ഓടെയാണ് പുറത്തെടുക്കാനായത്. നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അതേസമയം അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് വലിയ മരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. പാറമേൽ ഗോവിന്ദന്റെ ഭാര്യ തങ്കത്തിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ആർക്കും പരിക്കില്ല. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-നായിരുന്നു സംഭവം. തങ്കേച്ചി, ഇത് എത്ര മണിക്കാണ് ഈ കാറ്റ് വീശിയത്? 12 മണി കഴിഞ്ഞിട്ടാ. അതല്ലേ? അപ്പൊ അത് പിള്ളേരൊക്കെ കൂടി ഉണ്ടായിരുന്നാ? പുതുക്കാട് KSRTC സ്റ്റാൻഡിനു സമീപം വൈദ്യുത തൂണും ലൈനുകളും കാടുമൂടിയ നിലയിൽ. ദേശീയപാതയോരത്തുള്ള സ്വകാര്യ ആശുപത്രിക്ക് മുൻപിലാണ് ഇത്തരമൊരു കാഴ്ച കാണാനാവുക. പോസ്റ്റിന്റെ സ്റ്റേ കമ്പിയിലൂടെ കയറിയ കാട് വൈദ്യുതി വിതരണ കമ്പിയിൽ വരെ എത്തി നിൽക്കുകയാണ്. കാട് മൂടിയ നിലയിലായതിനാൽ കുട്ടികൾക്കും മറ്റും ഷോക്കേൽക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. റോഡരികിൽ ഇത്ര വലിയൊരു അപകടം പതിയിരിക്കുമ്പോഴും അധികൃതർ കാണാത്ത മട്ടാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പല പ്രദേശങ്ങളിലും ഇതേപോലെയുള്ള അവസ്ഥയുണ്ട്. വാഴകൾ വെട്ടി കൃത്യനിർവഹണം നടത്താൻ കാണിക്കുന്ന KSEBയുടെ തിടുക്കം മാസങ്ങളായി കാട് മൂടിക്കിടക്കുന്ന ഇവിടെയും വേണമെന്ന് നാട്ടുകാർ പറയുന്നു. കല്ലൂർ ഞെള്ളൂരിൽ അവശനിലയിൽ കുറുനരിയെ കണ്ടെത്തി. ഞെള്ളൂർ ക്ഷേത്രത്തിനു സമീപം ശാന്തിനഗർ റോഡിലാണ് സംഭവം. കല്ലൂർ ഞെള്ളൂരിൽ അവശനിലയിൽ കുറുനരിയെ കണ്ടെത്തി. ഞെള്ളൂർ ക്ഷേത്രത്തിന് സമീപം ശാന്തിനഗർ റോഡിലാണ് സംഭവം. തിങ്കളാഴ്ച രാവിലെയാണ് കുറുനരിയെ കണ്ടെത്തിയത്. പ്രദേശത്തുള്ള യുവാക്കൾ ചേർന്ന അവശനിലയിലായ കുറുനരിയെ റോഡരികിൽ നിന്നും മാറ്റിക്കിടത്തി. തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിച്ചു. പാലപ്പള്ളി വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കുറുനരിയെ കൊണ്ടുപോയി. ഞങ്ങൾ രാവിലെയാണ് കണ്ടത്. ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കിടക്കണ്ടായി. അപ്പോൾ അത് ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിനെ ചാക്കിട്ട് മൂടി ഒതുക്കി മാറ്റി വെച്ചു.
ഇപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വരാമെന്ന് പറഞ്ഞത്. മറ്റത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലുള്ള പൊതു ക്രിമിറ്റോറിയത്തോട് ചേർന്ന് MCF സ്ഥാപിക്കാനുള്ള പഞ്ചായത്ത് തീരുമാനം ഉപേക്ഷിക്കണമെന്ന് മാങ്കുറ്റിപ്പാടത്ത് വിളിച്ചു ചേർത്ത പ്രത്യേക ഗ്രാമസഭയിൽ ആവശ്യമുയർന്നു. മാങ്കുറ്റിപ്പാടത്ത് നേരത്തെ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് വക പൊതുശ്മശാന ഭൂമിയിലാണ് ഈയിടെ ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത്. 40 സെന്റോളം വരുന്ന ശ്മശാന ഭൂമിയുടെ 28 സെന്റ് ഉപയോഗപ്പെടുത്തിയാണ് ക്രിമിറ്റോറിയം പണികഴിച്ചിട്ടുള്ളത്. അവശേഷിക്കുന്ന സ്ഥലത്ത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യം തരംതിരിക്കാനുള്ള MCF സ്ഥാപിക്കാൻ മാസങ്ങൾക്ക് മുമ്പേ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ മാങ്കുറ്റിപ്പാടം വാർഡിലെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു. വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തെ തുടർന്നാണ് മാങ്കുറ്റിപ്പാടം അങ്കണവാടി ഹാളിൽ പ്രത്യേക ഗ്രാമസഭ നടന്നത്. MCFൽ ആധുനിക രീതിയിലുള്ള അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്ന പ്രവൃത്തി മാത്രമാണ് നടക്കുന്നതെന്നും യാതൊരു തരത്തിലുള്ള മലിനീകരണമോ പരിസ്ഥിതി പ്രശ്നമോ ഇവിടെ ഉണ്ടാകില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും തദ്ദേശ വകുപ്പ് ജില്ലാ കോർഡിനേറ്ററും ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്ററും അടക്കമുള്ളവർ പറഞ്ഞെങ്കിലും ഗ്രാമസഭയിൽ പങ്കെടുത്ത 13-ാം വാർഡിലെ ജനങ്ങൾ ക്രിമിറ്റോറിയത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നും ഇവിടെ MCF സ്ഥാപിക്കരുതെന്നും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. TK സ്വാമിക്കുട്ടി, നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, മുൻ വാർഡംഗം ബീന നന്ദകുമാർ, ബിനോയ്, VM ചന്ദ്രൻ, IR അരവിന്ദാക്ഷൻ, എൽദോ പാലയിൽ, ഔസേബ് കോപ്ലി എന്നിവർ MCF സ്ഥാപിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യോഗത്തിൽ പ്രസംഗിച്ചു. ജനങ്ങളുടെ എതിർപ്പ് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയും സെക്രട്ടറി M ശാലിനിയും ഗ്രാമസഭാ യോഗത്തിൽ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, വാർഡംഗം ശിവരാമൻ പോതിയിൽ, തദ്ദേശ വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ മനോജ്, മറ്റു പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായി. പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ശാസ്ത്രീയം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല, ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു MCF ആക്കി നിർമ്മിച്ചുകൊണ്ടാണ് പറയുന്നത്. പല ആൾക്കാരും അത് വന്ന് കണ്ടുപിടിക്കാൻ തന്നെ വരുന്ന രീതിയിലേക്ക് അത്രയും മൈന്യൂട്ടായിട്ട് ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മളത് പോകുന്നത്. ഈ MCFന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ്. കാരണം ഇത്രയും പേര് നമ്മൾ എത്തിയിട്ടുള്ളത് ജനങ്ങളുടെ അഭിപ്രായം, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചോളൂ. എനിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പഞ്ചായത്തിലെ പ്രഥമ വനിത എന്ന രീതിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനും ബോധവൽക്കരിക്കാനും കിട്ടുന്ന അവസരം അത് പ്രയോജനപ്പെടുത്തുക തന്നെയാണ്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ കാഞ്ഞൂർ റോഡിന് സമീപം മാലിന്യം തള്ളിയ 2 പേരെ പിടികൂടി. കേരള പഞ്ചായത്ത് രാജ് ആക്ട് വകുപ്പ് 219 പ്രകാരം കുറ്റക്കാർക്കെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു. കോട്ടയം എരുമേരി താണിക്കുടം സ്വദേശികളാണ് പിടിയിലായത്. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കവിത കർഷക കൂട്ടായ്മയുടെ സഹകരണത്തോടെ കർഷകരുടെയും അംഗീകൃത ഷൂട്ടർമാരുടെയും സംയുക്ത യോഗം സംഘടിപ്പിച്ചു. വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിയമപരമായി നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സമിതി പ്രസിഡന്റ് KK ഗോഖലെ അധ്യക്ഷത വഹിച്ചു. രാജു കിഴക്കൂടൻ വിഷയാവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KA ജിഷ്മ, PS പ്രീജു, ഭാരവാഹികളായ PM ഉമ്മർ, റപ്പായി പൊന്നാരി, പാടശേഖര കമ്മിറ്റി ഭാരവാഹികളായ ജോജു മഞ്ഞളി, TS സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. നല്ല ആരോഗ്യത്തിനായി ഓടാം എന്ന സന്ദേശവുമായി കൊച്ചി മുതൽ വരന്തരപ്പള്ളി വരെ മാരത്തോൺ സംഘടിപ്പിച്ച് ഒരു കൂട്ടം വയോധികർ സോൾസ് ഓഫ് കൊച്ചിൻ എന്ന ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു മാരത്തോൺ സംഘടിപ്പിച്ചത്. തൊട്ടടുത്ത സ്ഥലത്ത് പോകാൻ പോലും വാഹനത്തെ ആശ്രയിക്കുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ മാതൃകയാവുകയാണ് ഈ വയോധികർ. 53 വയസ്സ് മുതൽ 75 വയസ്സുവരെയുള്ളവർ ചേർന്ന് കളമശ്ശേരിയിൽ നിന്നും വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വരെ 60 കിലോമീറ്ററാണ് കൂട്ടയോട്ടം നടത്തിയത്. ജോൺസൺ, പോൾ, വിജയൻ, സലീം, സദൻ, V ശ്രീകുമാർ, സജീഷ് എന്നിവരാണ് ഓട്ടത്തിൽ പങ്കെടുത്തത്. 75 വയസ്സുള്ള ജോൺസണാണ് കൂട്ടത്തിലെ മുതിർന്ന വ്യക്തി. ഗ്രാമീണ അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കുക, വയസ്സ് ഒന്നുമല്ല, ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന സന്ദേശവുമായാണ് ഇവർ പ്രായം പോലും മറന്ന് ഓട്ടത്തിൽ പങ്കാളികളായത്. കളമശ്ശേരി കുസാറ്റ് മെട്രോ സ്റ്റേഷൻ പരിസരത്തു നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിലായിരുന്നു സമാപനം.
പള്ളിക്കുന്നിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം ഉണ്ടായിരുന്നു. വയോധികരെ ആദരിക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ സന്നിഹിതനായിരുന്നു. സോൾസ് ഓഫ് കൊച്ചിൻ ക്ലബിന്റെ സ്ഥാപകൻ രമേശ് കർത്ത കാഞ്ഞിരമറ്റം, പള്ളിക്കുന്നിൽ ബിജു മൊയലൻ, തോമസ് ടി.എൽ, ലാജു പോൾ, NR ജോൺസൺ, ബാബു മൊയലൻ എന്നിവരാണ് സ്വീകരണത്തിന് നേതൃത്വം നൽകിയത്. യുവാക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 70 വയസ്സിന് മേലുള്ള ആൾക്കാർ ഓടാനുള്ള ഒരു ആർജവം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ അവര് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളെല്ലാവരും ചിന്തിക്കും നമുക്കെല്ലാവർക്കും യുവത്വം വേണം. യുവത്വത്തോടുകൂടി വേണം നമ്മൾ ജീവിക്കണമെങ്കിൽ എപ്പോഴും എത്ര പ്രായമായാലും നമ്മുടെ ആ ശക്തി, നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അല്ലേ. എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് 60 കിലോമീറ്റർ ഓടി ഇവിടെ പള്ളിക്കുന്നിൽ അവരുടെ ഓട്ടം സമാപിച്ചിരിക്കുകയാണ്. അതിനാദ്യം തന്നെ അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കും. 60 കിലോമീറ്റർ മാരത്തോൺ ഓടിയിട്ട് ഇവിടെ പള്ളിക്കുന്നില് അവരെത്തിച്ചേർന്നിരിക്കുകയാണ്. പള്ളിക്കുന്ന് വരാനായിട്ട് പ്രത്യേക കാരണം തുടങ്ങിയപ്പോൾ ഇങ്ങനെ അത്രയും ഒരു സ്പീഡിലെത്തുന്നു വിചാരിച്ചില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓടാൻ തുടങ്ങിയപ്പോൾ 70 മീറ്റർ ഓടാൻ തുടങ്ങിയത്. അങ്ങനെ കുറേശ്ശെ 5, 10, 21 ഫുൾ മാരത്തോണായി. അതിനുശേഷം അങ്ങനെ ആയപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വിടാമെന്ന്. അതായത് ഹൗസ് ടു ഹോം, വെച്ച് ടു വെച്ച്, ഹോം ടു ഹോം, വെച്ച് ടു വെച്ച്. അപ്പോൾ അത് അങ്ങനെ തോന്നാൻ കാരണം ഞങ്ങൾ കോവിഡ് കാലത്ത് ലോക്ക്ഡൗണിലായിരുന്നു, 3 മാസം ആയിരുന്നു. അപ്പോൾ ബസ്സൊക്കെ തുടങ്ങിയപ്പോൾ ബസ്സിന് പോകുന്നത് സേഫ് ഇല്ലാന്ന് തോന്നിയിട്ട് സൈക്കിൾ വന്നു. 75-ാമത്തെ വയസ്സിൽ ഇതുപോലെ ഹോം ടു ഹോം പറഞ്ഞൊരു ഓടണമെന്നൊരു ആഗ്രഹം ആദ്യമായിട്ട് ഞങ്ങളെ പറഞ്ഞു. അപ്പോൾ നമ്മളെ ഈ ഓട്ടക്കാർക്ക് ഒരു കോമൺ സ്വഭാവമുണ്ട്. ഒരു ഓട്ടക്കാരൻ മറ്റൊരു ഓട്ടക്കാരനോട് ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപ്പാക്കി കൊടുത്തിരിക്കും. അതാണ് ഞങ്ങളുടെ ഈ ഓട്ടക്കാരുടെ പ്രത്യേകത. പിന്നെ ജോർജ് ചേട്ടൻ എല്ലാവിധ ഭാവിയും. ഈ പ്രായം എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ല, പ്രായം എന്നുള്ളത് നമ്പറാണ്. പ്രായം ഒരു നമ്പർ പോലെ അല്ല എന്നുള്ള തെളിയിക്കുന്നതാണ് ഇവരൊക്കെ. ഒരു നിന്നതിപ്പിന് ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്റർ ഓടണം എന്നൊക്കെ പറഞ്ഞ് പോളേട്ടൻ രാവിലെ 8 വരും. എവിടെയാണ് സ്റ്റാർട്ട് പോയിന്റ് എന്ന് ചോദിച്ചു. എവിടുന്ന് തുടങ്ങുന്നത് ചോദിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് HS സ്കൂളിലെ +1 ക്ലാസിന്റെ ഓപ്പണിംഗ് സെറമണിയും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ഐസക് ഈപ്പൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പുളിക്കൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, പ്രിൻസിപ്പൽ ഗിൽസ് എ പല്ലൻ, PTA പ്രസിഡന്റ് ഷാജു മാടമ്പി, പുതുക്കാട് ഫെറോണ പള്ളി ട്രസ്റ്റി ജോസാൻഡോ തോമസ്, പുതുക്കാട് സെയിന്റ് ആന്റണീസ് HSS പ്രധാനാധ്യാപിക യൂജിൻ പ്രിൻസ്, അധ്യാപകരായ AJ ജോളി, KV ഡെയ്സി, കൺവീനർ KP റീന എന്നിവർ പ്രസംഗിച്ചു. 2 പരിപാടികളുടെയും ഉദ്ഘാടനം നിങ്ങളുടെ സമ്മതത്തോടുകൂടി ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലം ഒരിക്കലും നഷ്ടപ്പെടാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തൊരു കാലത്താണ് നിങ്ങളിപ്പോൾ. ഞങ്ങളൊക്കെ ഒരു വിധത്തിൽ കൗമാരപ്രായക്കാർ തന്നെയാണ്, ഏജിലല്ല കേട്ടോ, ഉള്ളിൽ. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ 60 മാറ്റവരാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു പഠനങ്ങൾ ഒരു ഡബിൾ പാസ് നമ്മൾ പറയും. അതായത് 1 വർഷം 18 മാർക്ക് വേണം, 2 വർഷം 36 മാർക്ക് വേണം. ഈ 60 36 മാർക്ക് വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളൊന്ന് സിസ്റ്റമാറ്റിക് ആയാൽ മതി. നിങ്ങളെ ടൈം ഡ്യൂട്ടി ഉണ്ടല്ലോ, നിങ്ങളിതിനോട് വരുന്ന അല്ലെ, ഒരു ദിവസം വീട്ടിൽ ഇപ്പോൾ 24 മണിക്കൂറുണ്ട്. നിങ്ങളുടെ ടൈം ഡ്യൂട്ടി ആയിട്ടുള്ള കുറച്ച് സമയം വളരെ പ്രത്യേകമായിട്ട് 1200 വാങ്ങിച്ച സഹോദരിയെ നമ്മൾ കണ്ടതാണ്, പ്രാവശ്യം ആദരിച്ചതാണ്. ഞാൻ ഒരിക്കൽ കൂടി ആ സഹോദരിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാവരെയും മുഴുവൻ A+ കിട്ടിയ കുട്ടികൾ, വിജയിച്ച എല്ലാ കുട്ടികളും എല്ലാവരെയും പ്രത്യേകമായിട്ട്. പുതുക്കാട് GVHS സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനാരംഭം ഡ്രീം VHC എന്ന പേരിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് വിജിത ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 2023-24 അധ്യയന വർഷത്തിൽ VHCയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സംഗീത, പ്രധാനാധ്യാപിക ബിന്ദു, OSA അംഗം ഗോപൻ എന്നിവർ പ്രസംഗിച്ചു.
കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടന്ന സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിൽ ത്യാഗരാജാർ പോളിടെക്നിക്കിലെ ആഞ്ചൽ ഷാജു കലാപ്രതിഭ പുരസ്കാരം നേടി. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിൽ കലാപ്രതിഭ പുരസ്കാരത്തിന് അർഹനായത് ആഞ്ചൽ ഷാജു തന്നെയായിരുന്നു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി.കെ. വാസു നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ പി.കെ. ശിവരാമൻ ലോഗോ ഏറ്റുവാങ്ങി. കോടാലി സ്വദേശി എ. വൈശാഖാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ടി.എ. രാമകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് എം.കെ. പ്രഭാകരൻ, സംഘാടക സമിതി കൺവീനർ കെ.ജെ. ഡിക്സൺ, ഇ.കെ. അനൂപ്, പി.കെ. കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ തണൽ സംഘടനയുടെ പൊതുയോഗം നടത്തി. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ തണൽ സംഘടനയുടെ പൊതുയോഗവും പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ കാർഡ് വിതരണവും നടത്തി. പഞ്ചായത്ത് അംഗം ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് കെ.വി. ഗോപി അധ്യക്ഷനായി. പഞ്ചായത്ത് തല പ്രസിഡന്റ് സി.കെ. കൊച്ചുകുട്ടൻ കാർഡ് വിതരണം നടത്തി. ഭാരവാഹികളായ നന്ദകുമാർ, സുകുമാരൻ, എം.എ. ജോർജ് ചുണ്ടേപ്പറമ്പിൽ, ബേബി, പോൾ കിഴക്കൂടൻ, കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ കീഴിലുള്ള വായനശാലകളിലെ ലൈബ്രറിയന്മാർക്കായി ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമനാഥൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഐ. ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന സമിതി അംഗം യു.കെ. പ്രഭാകരൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി.കെ. ഹാബി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി.ഡി. പോൾസൺ, ജില്ലാ കൌൺസിൽ അംഗം കെ.എൻ. ഭരതൻ, താലൂക്ക് കൌൺസിൽ വൈസ് പ്രസിഡന്റ് എം.കെ. ബാബു എന്നിവർ പ്രസംഗിച്ചു. ഉണ്ണി പിക്കാസോ, കെ.എൻ. സുരേഷ് കുമാർ എന്നിവർ പരിശീലന ക്ലാസ് നയിച്ചു. പന്തല്ലൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ പി.എൻ. പണിക്കർ അനുസ്മരണത്തോടനുബന്ധിച്ച് വായനാ പക്ഷാചരണവും കവി വിശ്വൻ കിള്ളിക്കുളങ്ങരയെ ആദരിക്കലും സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി കവി വിശ്വൻ കിള്ളിക്കുളങ്ങരയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വായനശാല പ്രസിഡന്റ് ടി.കെ. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി കെ.ആർ. സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റ് പി.എം. കൊച്ചുമോൻ, എം.സി. ഷനോജ്, എം.ടി. ശിവരാമൻ, വിദ്യാമാധവൻ, രമണി ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മതബോധന പ്രധാന അധ്യാപകൻ സി.പി. ജോബി അധ്യക്ഷത വഹിച്ചു. സിമി ജോബ്, ജൂലി ബാബു, റീമ ജോണി, ഷിജി ജോസ് എന്നിവർ നേതൃത്വം നൽകി. നെല്ലായി സാന്ത്വനം ട്രസ്റ്റ് പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന യൂണിറ്റ് കത്തോലിക്ക കോൺഗ്രസിന്റെ വാർഷികവും വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാളും ആഘോഷിച്ചു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. ഫാദർ സിബിൻ വാഴപ്പിള്ളി, വർഗീസ് തൊമ്മാന, ജോയ് ചെമ്പകശ്ശേരി, ജോസ് കൊച്ചേക്കാടൻ, വർഗീസ് കണ്ണംപിള്ളി, ജോളി തരുക്കര, ഫ്രാൻസിസ് മംഗലൻ, ഫ്രാൻസിസ് ഏറ്റുമാനൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ലഹരി വിരുദ്ധ റാലിയും ഉണ്ടായി. നാടൻ ഭക്ഷ്യമേളയൊരുക്കി ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. 5-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പുസ്തകത്തിലെ 1-ാം പാഠത്തെ അടിസ്ഥാനമാക്കിയാണ് കുട്ടികൾ ഭക്ഷ്യമേള നടത്തിയത്. ചിരട്ടപ്പുട്ട്, വെള്ളയപ്പം, പത്തിരി, ഉണ്ണിയപ്പം, കൊഴുക്കട്ട, പരിപ്പുവട തുടങ്ങിയ നാടൻ വിഭവങ്ങളെല്ലാം മേളയിൽ ഒരുക്കി. പ്രധാനാധ്യാപകൻ ടി. അനിൽകുമാർ, ബി. ബിജു, ടി.എസ്. ഷെനുമോൾ, മിലി ആന്റണി എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ 1 വർഷം ദൈർഘ്യമുള്ള ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം പൂത്തോളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേരണം. ഫോൺ നമ്പർ 0483-84253 9847677549. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 2023 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു.
കൊടകര വൈദ്യുതി സെക്ഷനു കീഴിലെ ചെറുകുന്ന് മുതൽ ആനത്തടം വരെയും പാർട്ടി ഓഫീസ് മുതൽ എടത്താടൻ ജംഗ്ഷൻ വരെയും സൂപ്പർ ഷൈൻ ട്രാൻസ്ഫോമർ മുതൽ ആളൂർ ടൗൺ വരെയും പുതിയതായി വലിച്ച 11 kV ലൈനുകളിൽ ചൊവ്വാഴ്ച വൈദ്യുതി പ്രവഹിപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. വരന്തരപ്പിള്ളി കള്ളിപ്പറമ്പിൽ ആൻഡ്രു ഭാര്യ ലില്ലി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലിൻസി, ലീന, പരേതനായ ലിൻഡോ എന്നിവർ മക്കളും വിനു, ടോണി എന്നിവർ മരുമക്കളുമാണ്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം തട്ടിൽ വാറുണ്ണി ദേവസി അന്തരിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റി മുൻ പ്രസിഡന്റുമായ വെണ്ടൂർ തട്ടിൽ വാറുണ്ണി ദേവസി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം 4-ന് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. രമണയാണ് ഭാര്യ. സിനിൽ മകനും നീതു മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒല്ലൂരിൽ ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. കീമാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒല്ലൂർ സ്വദേശിയാണ് മരിച്ചത്. പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് വലിയ മരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. പുതുക്കാട് KSRTC സ്റ്റാൻഡിനു സമീപം വൈദ്യുതി തൂണും ലൈനുകളും കാടുമൂടിയ നിലയിൽ. ഷോക്കേൽക്കുമോ എന്ന ആശങ്കയിൽ നാട്ടുകാർ. കല്ലൂർ ഞെള്ളൂരിൽ അവശനിലയിൽ കുറുനരിയെ കണ്ടെത്തി. ഞെള്ളൂർ ക്ഷേത്രത്തിന് സമീപം ശാന്തിനഗർ റോഡിലാണ് സംഭവം. മറ്റത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലുള്ള പൊതു ക്രിമിറ്റോറിയത്തോട് ചേർന്ന് MCF സ്ഥാപിക്കാനുള്ള പഞ്ചായത്ത് തീരുമാനം ഉപേക്ഷിക്കണമെന്ന് പ്രത്യേക ഗ്രാമസഭയിൽ ആവശ്യമുയർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.